Hi all, ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSC എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ KSEB സബ് എഞ്ചിനീയറിന്റെ സിലബസ് അനൗൺസ് ആയി നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മുടെ സിലബസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കോച്ചിങ്ങുമായിട്ട് ആ ഒരു സിലബസിനെ ഒന്ന് അനലൈസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്ക് 6 മോഡ്യൂൾസ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ 4 മോഡ്യൂൾസ് പ്യൂർലി ഇലക്ട്രിക്കലും, ലാസ്റ്റ് 2 മോഡ്യൂൾസ് ഒരു പവർ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക്സ് ഓറിയന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പവർ ഇലക്ട്രോണിക്സും കൺട്രോൾ സിസ്റ്റവും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 6 മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ മോഡ്യൂൾ 1 to 3 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. 95% ആയിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റഡ് ആണ്. അതിൽ ഒരു 3 സെക്ഷനോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 3 ക്ലാസ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ഫുള്ളി, അതായത് ചെറിയ ചെറിയ വേർഡ്സ് ആണ് നമുക്ക് അവിടെ പെൻഡിങ് വരുന്നുള്ളൂ. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അത് പോയിട്ടുള്ളത്. നെക്സ്റ്റ് മോഡ്യൂൾ നമ്മൾ നോക്കുന്ന സമയത്ത്, അടുത്ത മോഡ്യൂൾ നമ്മൾ മോഡ്യൂൾ 4, 5, 6 നോക്കുന്ന സമയത്ത് മോഡ്യൂൾ 4 ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആണ്, 100% പറയാം. പക്ഷെ ചില വാക്കുകൾ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത രീതിയിലാണ് പോയിട്ടുള്ളത്. ഒരു 2 ടോപ്പിക് അങ്ങാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ കൊണ്ട് മോഡ്യൂൾ 4 കംപ്ലീറ്റ് ആവും. മോഡ്യൂൾ 5 ഇലക്ട്രോണിക്സ് ഓൾമോസ്റ്റ് സെറ്റ് ആണ്. ഇനി ഒരു 1-2 ക്ലാസ് മാത്രമാണ് അവിടെ വേണ്ടി വരിക. മോഡ്യൂൾ 6-ലാണ് നമുക്ക് കുറച്ചൊരു ലാസ്റ്റ് ടോപ്പിക് PLC ആയി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് നമുക്ക് പെൻഡിങ് ഉണ്ട്. അത് മേ ബി ഒരു 3 or 4 സെക്ഷൻസ് ആണ് നമുക്ക് വേണ്ടി വരും. എങ്ങനെയായാലും നമുക്ക് ഐ തിങ്ക് ഈ പറയുന്ന ഒരു ഡിസംബർ പകുതിയോടുകൂടി, ഇപ്പൊ നവംബറായി, ഡിസംബർ പകുതിയോടുകൂടി തന്നെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും തന്നെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പൂർണ്ണമായിട്ടും ലാസ്റ്റ് ടൈം നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് തന്നെ പോകാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമുക്ക് ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കാരണം ഇനി നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആവുക എന്നുള്ളത്. കാരണം ഏകദേശം 200+ വേക്കൻസീസ് ഉണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം വന്ന പരീക്ഷയാണ്. ഇതുപോലുള്ള വേക്കൻസി ഉള്ള പരീക്ഷകൾ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഔട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തേ പറ്റൂ. കാരണം എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം ഹാർഡ് വർക്ക് തന്നെ നമ്മൾ ചെയ്യണം. കാരണം മാക്സിമം ടൈം നമ്മൾ ഇതിലേക്ക് സ്പെൻഡ് ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമാണ് നമ്മൾ ആ കോമ്പറ്റീഷന്റെ ഭാഗമായി നമുക്ക് ഫസ്റ്റ് അഡ്വൈസ്, നമുക്ക് എപ്പോഴെങ്കിലും ജോലി കിട്ടിയാൽ പോരാ, നമുക്ക് ഇനിയുള്ള വേക്കൻസി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് ഈ ഫസ്റ്റത്തെ 200 അഡ്വൈസ് പോകുമ്പോൾ അതിന് നമ്മൾ ഉണ്ടാവണം. അതായിരിക്കണം നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് മൊഡ്യൂൾ വൈസ് ആണ് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഓരോ പർട്ടിക്കുലർ മോഡ്യൂൾ ചൂസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോ റെഫറൻസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ട് നമുക്ക് വരിക. ആ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നടത്തും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അനലൈസേഷൻ നടത്താൻ പറ്റും. അതായത് നമ്മൾ ആദ്യം നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റിൽ എത്തിയിട്ടാണല്ലോ സ്റ്റേറ്റ് വൈഡ് ഫസ്റ്റ് എത്തുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഇന്റേണൽ കോമ്പറ്റീഷൻ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് നമുക്ക് ടോപ്പിക്സ് മൊത്തം കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് വലിയ കൺസിഡർ ചെയ്യും. ക്ലാസ്സസ് കാണാൻ വരില്ല. നമുക്ക് ഈ ഒരു പോർഷൻസിലേക്ക് തന്നെ പോയാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി നമ്മളൊരു ടൈം വേസ്റ്റ് അല്ലെങ്കിൽ ഇനി നാളെ പഠിക്കാം എന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ കൃത്യമായി തന്നെ പഠിക്കുക. അത്യാവശ്യം വലിയ സിലബസ് ആണ്. ആ സിലബസ് വലുതായത് തന്നെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം മെനക്കെട്ടിരിക്കുന്നവർക്ക് എന്ത് വേണം, ഒരു റിസൾട്ട് വേണം അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ മാക്സിമം എല്ലാവരും മാക്സിമം ഔട്ട്പുട്ട്. ഇനി അതിനെ കുറിച്ച് ചിന്തിച്ച കേസാണോ അതൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഇതിന്റെ പുറകെ കേസും കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇതിന്റെ പുറകെ തന്നെ പോയിക്കോളാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇപ്പൊ നമ്മുടെ ഇൻസ്പയർ എന്ന ടെക്നിക്കൽ PSC എപ്പോഴും ഒരു ഏറ്റവും കുറഞ്ഞ ഫീ നിരക്കിൽ മാക്സിമം ക്ലാസ്സുകൾ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രം സ്റ്റാർട്ട് നമ്മുടെ ഫീ സ്ട്രക്ചർ ആ നിലവിൽ തന്നെയായിരുന്നു. അതേ പ്രൈസിൽ തന്നെ ഇപ്പോൾ നമുക്കൊരു 2 മാസം ആയതുകൊണ്ട് നമ്മളൊരു 30% വീക്ക് ഓഫറും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഏകദേശം ഒരു 2500 രൂപ താഴെ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് കാണാനും അത് എന്ത് ചെയ്യാം, പഠിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഒക്കെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്ക് വഴി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡെമോ ക്ലാസ്സസ് ആപ്ലിക്കേഷൻ വഴി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ക്ലാസ് ഇൻഫോ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ബെസ്റ്റ് വിഷസ്.